തിരുവനന്തപുരത്തിൻ്റെ കിരീടത്തിൽ ഇനി മറ്റൊരു തൂവൽ കൂടി. ഇന്ത്യയുടെ കരുത്തായ അഭിമാനമായ ബ്രഹ്മോസിൻ്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റ് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുക. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ വളപ്പിലെ 180 ഏക്കർ ഭൂമിയാണ് നൽകുക. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിനായി ഭൂമി കൈമാറാൻ സുപ്രീം കോടതി അനുമതി നൽകി. സംസ്ഥാന സർക്കാർ DODOയ്ക്ക് ഭൂമി കൈമാറും. ഇതിനുള്ള അനുമതിയാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും ഇവിടെ വരും. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ 32 ഏക്കർ ഭൂമി ഇതിനായി നൽകാനും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ സശസ്ത്ര സീമാബൽ ബറ്റാലിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കാൻ 32 ഏക്കർ ഭൂമി കൈമാറാനുള്ള അനുമതിയും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നൽകി. ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഭൂമി അനുവദിക്കണമെന്നാണ് കേരള സർക്കാരിനോട് DRDO ആവശ്യപ്പെട്ടിരുന്നത്. അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും തന്ത്രപ്രധാനമായ ഹാർഡ്വെയർ നിർമ്മാണത്തിനുമുള്ള യൂണിറ്റാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇതിനായി DRDO സംസ്ഥാന സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഭൂമി കൈമാറാനുള്ള അനുമതിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിനെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. സശസ്ത്ര സീമാബെല്ലിൻ്റെ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിൽ ആരംഭിക്കണമെന്ന് കുറേ കാലമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു വരികയാണ്. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന് നിലവിൽ 457 ഏക്കർ ഭൂമിയാണുള്ളത്. ഇതിൽ 200 ഏക്കർ ഭൂമി ജയിലിനായി നിലനിർത്തും. ബാക്കിയുള്ള 257 ഏക്കർ ഭൂമിയാണ് വികസന പദ്ധതികൾക്കായി കൈമാറാൻ പോകുന്നത്. തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് കൈമാറണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമാണ്. അതിനാലാണ് സംസ്ഥാന സർക്കാർ ഭൂമി കൈമാറ്റത്തിന് സുപ്രീം കോടതിയുടെ അനുമതി തേടിയത്. സുപ്രീം കോടതി ഉത്തരവോടെ 3 പദ്ധതികൾക്കും ഉടൻ ഭൂമി കൈമാറും. ഇന്ത്യ റഷ്യ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബ്രഹ്മോസ് എയറോസ്പേസ്. ഇരു രാജ്യങ്ങളും സഹകരിച്ച് വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ. ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കരുത്താണ് ഇന്ന് ഈ മിസൈലുകൾ. പാകിസ്ഥാനെ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാനെത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ സൂപ്പർസോണിക് ബ്രഹ്മോസിനെ തടയാൻ പാകിസ്ഥാൻ്റെ പക്കലുണ്ടായിരുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ചിരുന്നു. ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ വ്യോമത്താവളമടക്കം തകർന്നിരുന്നു. ചൈനീസ് നിർമ്മിത HQ-9 വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ ചൈനീസ് നിർമ്മിത HQ-9 വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെട്ടിരുന്നു.